തണുത്തിരിക്കുന്നുണ്ടോ? താഴെ ഒരു ചവിട്ട് കൊടുക്കും. അതൊന്ന് പുറത്തുനിന്ന് തുറക്കാൻ പറ്റത്തില്ല. Okay, today our topic is parental dosiform. We can discuss some questions, important PSC questions from this chapter. So, first question regarding parental formulations, which of the following is false? Regarding parental formulations, which of the following is false? A. Parental formulations are sterile products. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ പേരൻട്രൽ ഫോർമുലേഷൻസ് ആർ സ്റ്റെറൈൽ പ്രോഡക്ട്സ്. ബി ഓപ്ഷൻ പേരൻട്രൽ ഫോർമുലേഷൻസ് മസ്റ്റ് ബി പൈറജൻ ഫ്രീ. ദ മെജോറിറ്റി ഓഫ് പേരൻട്രൽ ഫോർമുലേഷൻസ് ഫോർ ഹ്യൂമൻ അഡ്മിനിസ്ട്രേഷൻ ആർ മൾട്ടി ഡോസ് ഫോർമുലേഷൻസ്. വെഹിക്കിൾ ഓഫ് ചോയ്സ് ഫോർ ഹ്യൂമൻ പേരൻട്രൽ ഫോർമുലേഷൻസ് ഈസ് വാട്ടർ. ഏതാണ്? ഡി. ദ വെഹിക്കിൾ ഓഫ് ചോയ്സ് ഫോർ ഹ്യൂമൻ പേരൻട്രൽ ഫോർമുലേഷൻ ഈസ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അവരെ ശരിക്കും മീൻ ചെയ്ത് വാട്ടർ ഫോർ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഫോർ ഇഞ്ചെക്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ദ മെജോറിറ്റി ഓഫ് പേരൻട്രൽ ഫോർമുലേഷൻസ് ഫോർ ഹ്യൂമൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് മൾട്ടിപ്പിൾ ഡോസ് ഓർ മൾട്ടി ഡോസ് ഫോർമുലേഷൻസ്. അതാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത്. മെജോറിറ്റി ഓഫ് പേരൻട്രൽ ഫോർമുലേഷൻസ് ഫോർ ഹ്യൂമൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് യൂണിറ്റ് ഡോസ് ഫോർമുലേഷൻ. ഓക്കെ, യൂണിറ്റ് ഡോസ് ആണ് മെജോറിറ്റി പേരൻട്രൽ ഫോർമുലേഷൻ വരുന്നത്. അപ്പോൾ ഡി ആയിട്ടൊരു കൺഫ്യൂഷൻ വരും. വെഹിക്കിൾ ഓഫ് ചോയ്സ് ഫോർ ഹ്യൂമൻ പേരൻട്രൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത് വാട്ടർ തന്നെയാണ്. അവർ മീൻ ചെയ്തിരിക്കുന്നത് വാട്ടർ ആണോ അതോ നോൺ അക്വസ് വെഹിക്കിൾ ആണോ ഉദ്ദേശിക്കുന്നത്. അതായത് ഓയിൽസ്, സിസൈം ഓയിൽ അതുപോലുള്ള ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെഹിക്കിളായിട്ട്, അതാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് അതിനകത്തുനിന്ന് മീൻ ചെയ്യുന്നത്. വാട്ടറാണ് മെജോറിറ്റി കേസിലും നമ്മൾ വെഹിക്കിളായിട്ട് പേരൻട്രൽ ഫോർമുലേഷൻ യൂസ് ചെയ്യുന്നത്. സോ that is a right statement. So among this, C is the false statement. Majority of parental formulation for human administrations are multi-dose formulations. Actually, majority of the parental formulation for human administration are unit dose formulations. Answer is C. Next question, DOP used in validation of HEPA filter. DOP used in വാലിഡേഷൻ ഓഫ് ഹെപ്പ ഫിൽട്ടർ. DOP യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DOPയുടെ ഫുൾ ഫോം ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. DOP യൂസ്ഡ് ഇൻ വാലിഡേഷൻ ഓഫ് ഹെപ്പ ഫിൽട്ടർ. ഹെപ്പ ഫിൽട്ടറിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് DOP എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഹെപ്പ ഫിൽട്ടർ ഇറ്റ് മസ്റ്റ് ഹാവ് 99.97% efficiency to remove the particles of size 0.3 micron in diameter, right? So how can we check the integrity of HEPA filter or efficiency of HEPA filter? How can we check? With the help of the indicator DOP. What is DOP? ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് DOP? ഡൈ ഒക്ടൈൽ താലേറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഡൈ ഒക്ടൈൽ താലേറ്റ്. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഹെപ്പ ഫിൽട്ടറിന് ഒരു ഫ്രഷ് എയർ ഇൻലെറ്റ് കാണും. അതിനകത്തൂടെ നമ്മൾ ഡൈ ഒക്ടൈൽ താലേറ്റ് പാസ് ചെയ്ത് വിടും. എന്നിട്ട് ഈ ഹെപ്പ ഫിൽട്ടറിനോട് കണക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോമീറ്ററും കാണും. ഫോട്ടോമീറ്ററിൻ്റെ പ്രോബ് നമ്മുടെ ഈ ഹെപ്പ ഫിൽട്ടറിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന DOP എന്ത് ചെയ്യും, ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നത്. DOP എന്ന് പറയുമ്പോൾ ഡൈ ഒക്ടൈൽ താലേറ്റ് ആണ്. ഹെപ്പ ഫിൽട്ടറിന് ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ DOP എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഫ്രഷ് എയർ ഇൻലെറ്റിൽ കൂടി ഹെപ്പ ഫിൽട്ടർ വഴി അപ്പുറത്തെ ഭാഗത്തേക്ക് വരും. അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഫോട്ടോമീറ്റർ. ഇനി അത് ഡിറ്റക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
HEPA ഫിൽട്ടർ ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്നാണ്. കാരണം അത് HEPA ഫിൽട്ടർ പാസ് ചെയ്തിട്ട് പോകുന്നില്ല. സോ the DOP is used as an indicator, that is to check whether the HEPA filter is having integrity. So integrity of HEPA filter is checked with DOP, that is dioctyl phthalate. Option B ആണ്. Next question, which of the following is not the principal problem areas exist in plastic containers? Which of the following is not the principal problem areas exist in plastic containers? അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തെ മേജർ പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ലീച്ചിങ് വൺ ഓഫ് ദ പ്രോബ്ലം അല്ലേ, റിഗാർഡിങ് ദി യൂസ് ഓഫ് ദിസ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഫോർ പാക്കേജിങ്. പെർമിയേഷൻ ആൾസോ വൺ അനദർ പ്രോബ്ലം. സോപ്ഷൻ, ഇതെല്ലാം പ്രോബ്ലംസ് ആണ്. പക്ഷേ ഹാർഡ്നെസ് നമ്മളൊരു പ്രിൻസിപ്പൽ പ്രോബ്ലമായിട്ട് നമ്മൾ എടുക്കാത്ത ഒരു ടോപ്പിക്കാണ് ഹാർഡ്നെസ് ഓഫ് plastic containers. That should not be taken into consideration while preparing the packaging containers with the plastics. അപ്പോൾ ഹാർഡ്നെസ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രിൻസിപ്പൽ പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്? ഏതാണ്? ഹാർഡ്നെസ്. നമുക്കറിയാം കണ്ടെയ്നേഴ്സ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്നത് ലീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്കിന് മെറ്റീരിയൽസിനകത്തുനിന്ന് നമ്മുടെ സബ്സ്റ്റൻസിനകത്തേക്ക് മെറ്റീരിയൽസ് ഡിസോൾവ് ആയി പോകുന്ന ഒരു പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. പെർമിയേഷൻ അറിയാം. അതുപോലെ തന്നെ സോപ്ഷൻ, അബ്സോർബ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇപ്പോൾ പ്രിപ്പറേഷൻ, ഫോർമുലേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് നേരെ കണ്ടെയ്നേഴ്സിൻ്റെ മെറ്റീരിയൽസിനകത്ത് അബ്സോർബ് ചെയ്യുന്നത്, അത് സോപ്ഷൻ. അപ്പോൾ സോ ദീസ് ലീച്ചിങ്, പെർമിയേഷൻ, സോപ്ഷൻ are the principal problems in plastic containers. But here the answer, the hardness is not considered as a principal problem in case of plastic containers. Answer is B. Next, according to USP, the volume of sulfuric acid required to neutralize leached alkali in type 1 glass should not exceed. USP അനുസരിച്ച്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പി അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ ഈ ആൽക്കലി, നമ്മുടെ ഗ്ലാസ്സിനകത്ത് ആൽക്കലി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഹൗ മച്ച് ഓഫ് ദ ആൽക്കലി ലിബറേറ്റഡ്, ദാറ്റ് വി ക്യാൻ ടെസ്റ്റഡ് ബൈ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ഓർ ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ് ഓർ പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് ദ ആൽക്കലി ലിബറേറ്റഡ് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മുടെ അക്കോർഡിംഗ് ടു USPക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റൊക്കെ ഞാൻ ക്ലാസ്സിൽ തിയറി എടുത്തപ്പോൾ പറഞ്ഞു, അത് പൗഡർ ചെയ്തിട്ട് അതിനെ വാട്ടർ വെച്ച് വാഷ് ചെയ്ത ആ വാട്ടർ നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിന് എടുത്തിട്ട് നമ്മൾ 0.02 നോർമൽ സൾഫ്യൂരിക് ആസിഡുമായിട്ട് മീഥൈൽ റെഡ് ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിനകത്തുള്ള ആ പൗഡേർഡ് ഗ്ലാസ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിനകത്തുള്ള ആൽക്കലി വെള്ളത്തിനകത്ത് ലീച്ച് ഔട്ട് ചെയ്യും. അത് നമ്മൾ ഓട്ടോക്ലേവും ചെയ്യുന്നുണ്ട്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ 121 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് ഡീക്യാൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആൽക്കലി ലിബറേറ്റഡ് ആയി ഇരിക്കും. അപ്പോൾ നമ്മൾ ആ ആൽക്കലി എത്രമാത്രം ലിബറേറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി മസ്റ്റ് ടൈട്രേറ്റ് ഇറ്റ് അഗൈൻസ്റ്റ് 0.02 നോർമൽ സൾഫ്യൂരിക് ആസിഡ് യൂസിങ് methyl red as indicator. So according to USP, in case of type 1 glass, the volume of sulfuric acid consumed to neutralize alkali is 2 ml. For type 1 glass, how much of the sulfuric acid consumed to neutralize the alkali leached from the glass containers? That is 2 ml. That is 2 ml. In case of type 3, it is 10 times that of type 1 glass. Type 1 ഗ്ലാസ്സിന് 2 ml ആണെങ്കിൽ USP പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 3 ഗ്ലാസ് എന്ന് പറയുമ്പം ടൈപ്പ് 3 അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 ആണെങ്കിലും നമ്മുടെ വോളിയം കൺസംഷൻ ടു ന്യൂട്രലൈസ് ആൽക്കലി ലീച്ച്ഡ് ഔട്ട് ഫ്രം ദ ഗ്ലാസ് ഈസ് 2 ml ഓഫ് 0.02 നോർമൽ സൾഫ്യൂരിക് ആസിഡ്. ടൈപ്പ് 3 ആണെങ്കിൽ 10 ടൈംസ് ആയിരിക്കും ഇതിന്, ഈ വാല്യൂ 2 ml-ൻ്റെ 10 ടൈംസ്, അതായത് 20 ml ആയിരിക്കും ടൈപ്പ് 3 കണ്ടെയ്നേഴ്സിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ,
ടൈപ്പ് 1 വരും. ടൈപ്പ് 3 ചോദിച്ചാൽ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 20 ml ആയിരിക്കും. സോ ഹിയർ ദ ആൻസർ ഈസ് ബി, 2 ml of 0.02 normal sulfuric acid. So next question is efficiency of HEPA filter is. എഫിഷ്യൻസി ഓഫ് ഹെപ്പ ഫിൽട്ടർ. ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ വളരെ സൂക്ഷിച്ച് വളരെ മൊത്തം ചോയ്സും വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഏകദേശം ഒരുപോലെ ഇരിക്കും. ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ റിമൂവ് അറ്റ്ലീസ്റ്റ് 99.97% ഓഫ് എയർ ബോൺ പാർട്ടിക്കിൾസ് ഓഫ് സൈസ് 0.3 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. Remove at least 100% of airborne particles having 0.3 micrometer in diameter. Remove at least 99.97% of airborne particles having 2 micrometer in diameter. Remove at least 97.99% of airborne particles having 0.3 micrometer in diameter. 99.97% എഫിഷ്യൻസി ആണ് ഹെപ്പ ഫിൽട്ടറിന് ഉണ്ടാവേണ്ടത്. അതാദ്യം മനസ്സിലാക്കുക. ഹെപ്പ ഫിൽട്ടർ മസ്റ്റ് ഹാവ് ദ എഫിഷ്യൻസി ഓഫ് 99.97% ടു റിമൂവ് ദ പാർട്ടിക്കിൾസ് ഓഫ് സൈസ് 0.3 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? റിമൂവ് അറ്റ്ലീസ്റ്റ് 99.97% ഓഫ് എയർബോൺ പാർട്ടിക്കിൾസ് ഹാവിംഗ് സൈസ് ഓഫ് 0.3 micrometer in diameter is the right answer. How can we check whether this HEPA filter is having the efficiency of 99.97% to remove the particles of size 0.3 micrometer? So we can check the integrity, the efficiency of HEPA filter with the indicator ഏതാണ്? ഡൈഒക്ടൈൽ താലേറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഡൈഒക്ടൈൽ താലേറ്റ് ഓർ DOP. ഓക്കെ, ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് എ. Next question, regarding the IV route of parenteral administration, which of the following is false? Regarding the IV route of parenteral administration, which of the following is false? Large volume parenteral formulations may be administered intravenously. IV administration results in a rapid onset of drug action. Emulsion parenteral formulations can be administered intravenously. Intravenous route of administration provides limited drug bioavailability. Which one among these is the right answer? സി ഒരിക്കലും അല്ല. എമൾഷൻ ഫോമിൽ കൊടുക്കുന്ന എല്ലാ പേരൻട്രൽസും നമ്മൾ IV ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. IV റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസസ് 100% ബയോ അവൈലബിലിറ്റി എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് ഡ്രഗ് ബയോ ആൻസർ ആണ്. സോ ദ ഡി ചോയ്സ് ഡി ഇസ് ദ false statement among these choices. The IV route of administration provides 100% drug bioavailability ആണ്. But here it is given as the IV route of administration provides limited drug bioavailability. It is a false statement. So the right answer of the sixth question is D. Next, class 10,000 is അതായത് പേരൻട്രൽ പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷന് ഉള്ള ഒരു അസെപ്റ്റിക് ഏരിയ ആണ് ക്ലാസ് 10 എന്ന് പറയുന്നത്. ക്ലാസ് 10,000 എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിക്കിൾ കൗണ്ട് നോട്ട് ടു എക്സീഡ് എ ടോട്ടൽ ഓഫ് 10,000 പാർട്ടിക്കിൾസ് പെർ ക്യൂബിക് ഫൂട്ട് ഓഫ് എ സൈസ് ലാർജർ. അപ്പോൾ 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ പാർട്ടിക്കിൾസ് 10,000 നമ്പറിൽ കൂടാൻ പാടില്ല. പെർ ക്യൂബിക് ഫീറ്റിൽ 10,000 പാർട്ടിക്കിൾ കൗണ്ട് ആ ഏരിയയിൽ കാണാൻ പാടില്ല. അതിൽ കൂടുതൽ കാണാൻ പാടില്ല. ഇനി പാർട്ടിക്കിൾസിൻ്റെ സൈസാണ് നമ്മൾ അറിയേണ്ടത്. സൈസ് എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ ആൻഡ് ലാർജർ. 0.5 മൈക്രോമീറ്ററോ അതിൽ കൂടുതലോ സൈസുള്ള പാർട്ടിക്കിൾസ് 10,000 ടോട്ടൽ കൗണ്ട് പെർ ക്യൂബിക് ഫൂട്ടിൽ കൂടാൻ പാടില്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്? പാർട്ടിക്കിൾസ് കൗണ്ട് നോട്ട് ടു എക്സീഡ് എ ടോട്ടൽ ഓഫ് 10,000 പാർട്ടിക്കിൾസ് പെർ ക്യൂബിക് ഫൂട്ട് ഓഫ് എ സൈസ് 0.5 മൈക്രോമീറ്റർ ആൻഡ് ലാർജർ. എ അല്ല, ഡി ആണ് റൈറ്റ് ആൻസർ. 5 മൈക്രോൺ സൈസ് പാർട്ടിക്കിൾ അല്ല, 0.5 മൈക്രോൺ പാർട്ടിക്കിൾ സൈസാണ്.
അപ്പോൾ നമുക്ക് അവിടെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. 5ഉം 0.5ഉം തമ്മിൽ വ്യത്യാസം നിങ്ങൾ പെട്ടെന്ന് പെർസെപ്ഷൻ നടത്തത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം വളരെ കൃത്യമായ രീതിയിൽ വായിച്ചിട്ടേ എഴുതാവുള്ളൂ. അപ്പോൾ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. പാർട്ടിക്കിൾ കൗണ്ട് നോട്ട് ടു എക്സീഡ് എ ടോട്ടൽ ഓഫ് 10,000 പാർട്ടിക്കിൾസ് പെർ ക്യൂബിക് ഫൂട്ട് ഓഫ് എ സൈസ് 0.5 മൈക്രോൺ ആൻഡ് ലാർജർ. ഇനി ക്ലാസ് 100 പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ടു എക്സീഡ് എ ടോട്ടൽ കൗണ്ട് ഓഫ് 100 പാർട്ടിക്കിൾസ് പെർ ക്യൂബിക് ഫൂട്ട് ഓഫ് എ സൈസ് 0.5 മൈക്രോൺ ആൻഡ് ലാർജർ. അപ്പോൾ ഈ 0.5 മൈക്രോൺ ആൻഡ് ലാർജർ എന്നുള്ളത് ടേം മാറുന്നില്ല, പക്ഷെ അവിടെ പാർട്ടിക്കിൾ കൗണ്ട് ആണ് മാറുന്നത്. ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 10 ഉണ്ട്, ക്ലാസ് 100, ക്ലാസ് 1000, ക്ലാസ് 10,000. ഓക്കെ, അവിടെ ഈ 10,000 എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൗണ്ട് ആണ്. ദ ഏരിയ മസ്റ്റ് നോട്ട് എക്സീഡ് കണ്ടെയ്ൻസ് ദ ടോട്ടൽ പാർട്ടിക്കിൾ കൗണ്ട് ഓഫ് നോട്ട് മോർ ദാൻ 10,000. Which of the following is not official test for rubber closures? നമ്മൾ റബ്ബർ ക്ലോഷേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വയൽസിനാണ്. അപ്പോൾ വയൽസിൻ്റെ റബ്ബർ അതായത് ലാറ്റക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ടെസ്റ്റാണ്? അപ്പോൾ അതിനകത്ത് ഉൾപ്പെടാത്ത നോൺ ഒഫീഷ്യൽ ടെസ്റ്റ് ഏതാണ്? ഒഫീഷ്യലായിട്ട് നമ്മൾ റബ്ബർ ക്ലോഷേഴ്സിന് ചെയ്യാത്ത ടെസ്റ്റ് ഏതാണ്? എമംഗ് ദിസ് സ്റ്റെറിലിറ്റി ടെസ്റ്റ്, ഹ്യൂമിഡിറ്റി ടെസ്റ്റ്, ഫ്രാഗ്മെൻറ്റേഷൻ ടെസ്റ്റ്, സെൽഫ് സീലബിലിറ്റി ടെസ്റ്റ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ തരിയായിട്ട് പറഞ്ഞു പോകുന്ന, അതായത് ഫ്രാഗ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയി പോകുന്നത്, റബ്ബർ സെപ്പറേറ്റ് ആയി പോകുന്നത്. സെൽഫ് സീലബിലിറ്റി എന്ന് പറയുമ്പം ഓരോ തവണ സിറിഞ്ച് കയറ്റുമ്പോഴും അത് ഓട്ടോമാറ്റിക് അത് എന്ത് ചെയ്യണം, സീൽ ചെയ്ത് വരണം. അല്ലാതെ അത് ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്ത് കണ്ടാമിനേഷൻ ഉണ്ടാകും. അപ്പോൾ സെൽഫ് സീലബിലിറ്റി കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം റബ്ബറിന്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റബ്ബർ ക്ലോഷേഴ്സിൻ്റെ ടെസ്റ്റാണ്. അതുപോലെ സ്റ്റെറൈലായിരിക്കണം. അപ്പോൾ സ്റ്റെറിലിറ്റി ടെസ്റ്റും ഫ്രാഗ്മെൻറ്റേഷൻ ടെസ്റ്റും സെൽഫ് സീലബിലിറ്റി ടെസ്റ്റും റബ്ബർ ക്ലോഷേഴ്സിൻ്റെ ഒഫീഷ്യൽ ടെസ്റ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ബി, ഹ്യൂമിഡിറ്റി ടെസ്റ്റ്. ഓക്കെ, ഹ്യൂമിഡിറ്റി ടെസ്റ്റ് ഈസ് നോട്ട് an official test for rubber closures. Answer is B. Next, which of the following ingredient is used as an activator in rubber closures? Which of the following ingredient is used as an activator in rubber closures? ഏതാണ്? അതായത് ആക്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ റബ്ബർ ക്ലോഷേഴ്സ്, അതായത് റബ്ബറിനെ നമ്മൾ വൾക്കനൈസേഷൻ ചെയ്യും. അതായത് റബ്ബറിൻ്റെ ഹാർഡ്നെസ് നമ്മൾ കൂട്ടും ബൈ ദ അഡീഷൻ ഓഫ് സൾഫർ ട്രീറ്റ്മെൻറ്റ് വഴി, അല്ലെങ്കിൽ സൾഫർ ആഡ് ചെയ്ത് വൾക്കനൈസേഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സൾഫറിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ആക്ടിവേറ്ററാണ് ഏത്? സിങ്ക് ഓക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് സിങ്ക് ഓക്സൈഡ്. നെക്സ്റ്റ്, സൾഫർ ഈസ് യൂസ്ഡ് ആസ് എ, സൾഫർ എന്തായിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ്? സർഫസ് കോട്ടിംഗ് മെറ്റീരിയലൊന്നും അല്ല, അഡിറ്റീവ് അല്ല, വൾക്കനൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ക്യൂറിങ് ഏജൻറ്റ് ഇൻ റബ്ബർ ക്ലോഷേഴ്സ്. സോ വൾക്കനൈസിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ സൾഫർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടു ഹാർഡൻ ദ റബ്ബർ. സോ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് the hardness that is improved in a fastest mean with the help of an activator, zinc oxide. Answer is C. Next, which of the following lubricates while rubber closures syringe rubber plunges? ഏതാണ് ഇതിനകത്ത്? ഏത് കോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത് lubricate ചെയ്യാൻ വേണ്ടി? റബ്ബർ